വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് 2 or 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് മെത്തേഡ്, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ആൻഡ് their profit sharing ratio 1:2. A contributed rupees 20,000 and B 30,000 as capital. Calculate interest on capital of A and B if the rate of interest is 10%. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനായിട്ട് എമൗണ്ട് ഇൻറ്റു റേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ എമൗണ്ട് 20,000 ആണ് എയുടേത്, അത് ഇൻറ്റു റേറ്റ് തന്നിരിക്കുന്നത് 10% ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. നെക്സ്റ്റ് മെത്തേഡ്, A and B are partners in a firm. A's capital in the firm showed rupees 2 lakh on April 1st, 2015. He introduced an additional capital of rupees 50,000 on July 1st, 2015. Calculate the interest on capital of A if the rate of interest is 8%. Assume the books of accounts are closed on 31st March every year. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 lakh ആണ് തന്നിരിക്കുന്നത്. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റും അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റും സെപ്പറേറ്റ് കാണണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ടോട്ടൽ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 lakh ആണ്, അഡീഷണൽ ക്യാപിറ്റൽ 50,000 ഉണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ഡേറ്റ് ജൂലൈ 1st ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ റേറ്റ് 8% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2 lakh ഇൻറ്റു 8%. അത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് മതി. ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ 50,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ 50,000 ആണ് അഡീഷണൽ ക്യാപിറ്റൽ. റേറ്റ് 8% ആണ്. അപ്പോൾ 50,000 ഇൻറ്റു 8/100 ഇൻറ്റു മാസം കൗണ്ട് ചെയ്യണം, ജൂലൈ 1st മുതൽ. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ജൂലൈ 1st മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ കൗണ്ട് ചെയ്യുക. ഇപ്പൊ ജൂലൈ 1st, ഇപ്പൊ ജൂലൈ കൗണ്ട് ചെയ്യണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മാസം. അതുകൊണ്ടാണ് 9/12 എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ 16,000ഉം 3,000ഉം ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 19,000 എന്നാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡ്, മോഹൻ ഇസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഓൺ 1st April 2015, ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോഡ് എ ബാലൻസ് ഓഫ് rupees 5 lakh. He had withdrawn rupees 50,000 from his capital on 1st July 2017. Calculate the amount of interest on capital at 6% per annum for the year ending 31st March 2018. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതോടൊപ്പം ഡ്രോവിങ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് 6% ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ 30,000 എന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അടുത്തത്, വിഡ്രോൺ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഇൻട്രസ്റ്റിൽ നിന്ന് ലെസ് ചെയ്യുക. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ വിഡ്രോൺ ക്യാപിറ്റൽ ഈക്വൽ ടു 50,000 ആണ് വിഡ്രോ ചെയ്ത എമൗണ്ട് ഇൻറ്റു റേറ്റ് 6% ആണ്. മാസം കൗണ്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ കൗണ്ട് ചെയ്യുക. സോ 50,000 ഇൻറ്റു 6% ഇൻറ്റു 9/12. അപ്പോൾ അത് ഈ എമൗണ്ട് ലെസ് ചെയ്യണം.
പക്ഷെ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വിഡ്രോൺ ക്യാപിറ്റൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ലെസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ്, രഞ്ജിത്ത് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. On 1st January 2017, his capital account balance was rupees 2,20,000. As per partnership agreement, a partner is entitled to 6% interest per annum on his capital. Ranjit introduced additional capital of rupees 80,000 on 1st July 2017 and withdraw rupees 50,000 on 1st October 2017. Calculate interest on capital for the year ending 31st December 2007. So, ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട് 2,20,000, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് 80,000, വിഡ്രോ ചെയ്തിട്ടുണ്ട് 50,000. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കാണുക. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 2,20,000 ഇൻറ്റു 6% ചെയ്യുമ്പോൾ 13,200 എന്ന് കിട്ടും. ഇനി ആഡ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ 80,000 ഇൻറ്റു 6% ഇൻറ്റു കൊണ്ടുവന്നിരിക്കുന്ന ഡേറ്റ് ജൂലൈ ആണ്. ജൂലൈ 1 മുതൽ, അപ്പോൾ ജൂലൈ 1 ആകുമ്പോൾ ജൂലൈ മുതൽ കൗണ്ട് ചെയ്യുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ 6 മാസമാണ്. അപ്പോൾ 6/12, ആൻസർ 2,400 എന്ന് കിട്ടും. അടുത്തത് ലെസ് ഇൻട്രസ്റ്റ് ഓൺ വിഡ്രോൺ ക്യാപിറ്റൽ. അപ്പോൾ വിഡ്രോ ചെയ്ത് 50,000 ഇൻറ്റു 6% ഇൻറ്റു ഇവിടെ മാസം കൗണ്ട് ചെയ്തെടുക്കുക. ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ്. അപ്പോൾ 3/12. അപ്പോൾ ഈ എമൗണ്ട് ലെസ് ചെയ്യുക. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഇൻട്രസ്റ്റ് ഓൺ വിഡ്രോൺ ക്യാപിറ്റൽ. എമൗണ്ട് കിട്ടുന്നത് 14,850 എന്നാണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കാണണം. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാണുന്ന എപ്പോഴും ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങിന്റെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് പ്ലസ് ഡ്രോവിങ്സ് പ്ലസ് ഷെയർ ഓഫ് ലോസ് മൈനസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. Rocky is a partner in a firm. His capital at the end of the financial year 2017 to 18 was 2 lakh. During the year, he had withdrawn rupees 30,000. His share of profit before charging interest on capital for the year was rupees 8,000. Calculate interest on capital at 10% per annum. ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് തന്നിട്ടുണ്ട്, അല്ല എൻഡ് തന്നിട്ടുണ്ട് 2 lakh എന്നുള്ളത്. അതിനോടുകൂടി വിഡ്രോ ചെയ്തിട്ടുള്ള 30,000 ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ടുള്ള 8,000 ലെസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,22,000 ആയിരുന്നു. അതിന്റെ 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഉള്ളത്. ഇതും അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് മിക്കി ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഹിസ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 2017 to 18 was rupees 7 lakh. During the year, he had withdrawn rupees 50,000. His share of loss for the year was rupees 9,000. Additional capital introduced by Mickey rupees 60,000. Calculate interest on capital at 10% per annum. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ആയിരുന്നു തന്നിരിക്കുന്നത്. അതിനോടുകൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യുക. വിഡ്രോ ചെയ്തിരിക്കുന്നത് 50,000 ആയിരുന്നു, അത് ആഡ് ചെയ്യുക. നെക്സ്റ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷെയർ ഓഫ് ലോസ് ആണ് തന്നിരിക്കുന്നത്. ഷെയർ ഓഫ് ലോസ് ആഡ് ചെയ്യുക.
ഷെയർ ഓഫ് ലോസ് ആഡ് ചെയ്യുക, മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ 7 lakh ആണ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, പ്ലസ് ഡ്രോവിങ്സ് 50,000 പ്ലസ് 9,000 ലോസ് മൈനസ് 60,000 അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ കിട്ടുന്നത് 6,99,000 എന്നാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഇൻറ്റു റേറ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 69,900 എന്നാണ്. നെക്സ്റ്റ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക, എങ്കിലേ നിങ്ങൾക്ക് തുടർന്നും ഇടുന്ന വീഡിയോസ് ലഭ്യമാകത്തുള്ളൂ. താങ്ക് യു.